പോകുന്നു. അഷ്കർ അലി, ഇപ്പോൾ കൊണ്ടോട്ടിയിലെ ഉണ്ണിയുടെ വീട്ടിലേക്ക് അഷ്കർ വരുന്നു എന്നാണ് പറയുന്നത്. മറുഭാഗത്ത് CPIM-ന്റെ ഒരു നിലപാട് എന്താണ്? നിലമ്പൂരിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അൻവറിനൊപ്പം ഒരാൾ പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അതാണോ CPIM ലക്ഷ്യമിടുന്നത്? MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ PV അൻവറിനെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം ജില്ലാ കേന്ദ്രത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും PV അൻവറിനെതിരെ പരസ്യമായ പ്രതിഷേധ പ്രകടനം നടത്താൻ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ശക്തമായി ഈ പ്രതിഷേധം നടക്കാൻ പോകുന്നത് മൂന്നിടങ്ങളിലാണ്. ഒന്ന് എടക്കരയിലാണ്. എടക്കര, നിലമ്പൂർ. അത് PV അൻവറിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഏരിയ കമ്മിറ്റികളാണ് ഈ നിലമ്പൂരും എടക്കരയും. ഈ രണ്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 5:30 തന്നെ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്നാമത്തെ കേന്ദ്രം എന്ന് പറയുന്നത് PV അൻവറിന്റെ നാടായിട്ടുള്ള എടവണ്ണയിലാണ്. എടവണ്ണ ഒതായിലാണ് PV അൻവറിന്റെ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ നാടായ എടവണ്ണ ഒതായിലും ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ വലിയ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതിനോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും, മലപ്പുറം, കൊണ്ടോട്ടിയും ചെമ്മാടും അടക്കമുള്ള ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഒരേ സമയം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ PV അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലയിലെ CPM നേതൃത്വത്തിൻ്റെ ഒക്കെ തീരുമാനം. പ്രത്യേകിച്ച് PV അൻവർ തന്നെ അവകാശപ്പെടുന്നൊരു കാര്യം, തനിക്ക് പാർട്ടിയുടെ അണികളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. സാധാരണക്കാർ എൻ്റെ ഒപ്പമാണ്, സാധാരണക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്നാണ് ഇപ്പോൾ PV അൻവർ നിലപാടായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരമൊരു നിലപാടുമായി PV അൻവർ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ PV അൻവറിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് പാർട്ടി സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാവും. നേരത്തെ തന്നെ ഇത്തരത്തിൽ പൊന്നാനിയിലടക്കം വലിയ വിഭാഗീയ സ്വരങ്ങൾ ഉയരുകയും പാർട്ടിക്ക് അത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തലവേദന ഉണ്ടായ ഒരു ചരിത്രമൊക്കെ മലപ്പുറത്തുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് PV അൻവറിൻ്റെ നാടായിട്ടുള്ള എടവണ്ണയിലും PV അൻവറിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂരിലും എടക്കരയിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഇപ്പോൾ പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കും. വൈകാതെ തന്നെ ആ പ്രതിഷേധ പ്രകടനം ആരംഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ അറിവിലേക്ക്, അതായത് മലപ്പുറം ജില്ലയിൽ അഷ്കർ 16 നിയമസഭാ മണ്ഡലങ്ങളിലും താൻ മൈക്ക് വെച്ച് വിളിച്ചു പറയും കാര്യങ്ങൾ എന്നാണ് അൻവർ അല്പസമയം മുൻപ് പറഞ്ഞത്. എന്നാൽ CPIM ഓരോ ഇടങ്ങളിലും ഓരോ പോക്കറ്റുകളിലും, പ്രത്യേകിച്ചും സമ്മേളന കാലമാണ്, അതുകൊണ്ട് തന്നെ അൻവറിനെ പരമാവധി ചെറുക്കുക, അൻവറിന്റെ ഒരു ആക്സസ് തന്നെ കട്ട് ചെയ്യുക, അതിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? ഏതൊക്കെ ഇടങ്ങളിൽ, ഏതൊക്കെ തലങ്ങളിൽ, ഏതൊക്കെ രീതികളിലാണ് CPIM ഇപ്പോൾ ഇതിന് മറുമരുന്ന് തേടുന്നത്? പാർട്ടിയുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ആരും, ഒരു പാർട്ടി അംഗം പോലും PV അൻവറിന്റെ കൂടെ ഉണ്ടാവാതിരിക്കുക എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനാണ് കൃത്യമായ ഒരു സന്ദേശം. അതും PV അൻവറിനെതിരെ പരസ്യമായ വിശദീകരണ യോഗം എന്നതിനപ്പുറം പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെ നടത്തിക്കൊണ്ട് PV അൻവറിനെതിരെ നിലപാട് പ്രഖ്യാപനമാണ് പാർട്ടി നടത്തുന്നത്. അത്തരം പ്രഖ്യാപനത്തിലൂടെ ഇനി ഒരാൾ പോലും PV അൻവറിനെ പിന്തുണയ്ക്കുന്ന, മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഉണ്ടെങ്കിൽ പോലും അവരാരും തന്നെ പരസ്യമായി PV അൻവറിന്റെ ഒപ്പം നിൽക്കരുത് എന്ന സന്ദേശം കൃത്യമായി നൽകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആ സന്ദേശം പാർട്ടി നൽകുമ്പോൾ സ്വാഭാവികമായും ഇല്ലെങ്കിൽ സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ അൻവറിൻ്റെ ഒപ്പം നിൽക്കണോ അതല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്ന് സംശയത്തിൽ നിൽക്കുന്ന ആളുകളടക്കം പിന്നോട്ട് വലിക്കാൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് PV അൻവർ പറയുന്നൊരു കാര്യം, 2011 ഇപ്പോൾ PV അൻവറിൻ്റെ വീട് നിൽക്കുക എടവണ്ണ അടക്കം ഉൾപ്പെടുന്ന ഏറനാട് മണ്ഡലത്തിൽ അൻവർ മത്സരിക്കുകയുണ്ടായി. അന്ന് പാർട്ടിക്ക് LDF-ന്റെ ചരിത്രത്തിൽ തന്നെ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് പോലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടാതെ പോയത് 2011 PV അൻവറിനെതിരെ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയപ്പോഴായിരുന്നു. അന്ന് 2400 വോട്ട് മാത്രമാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ചരിത്രം പാർട്ടിക്ക് ഉണ്ട് എന്ന് PV അൻവറിനെതിരെ പാർട്ടി തിരിഞ്ഞപ്പോൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ആ ചരിത്രം കൂടി പറഞ്ഞാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനുശേഷമാണ് PV അൻവർ പറയുന്നത് തനിക്ക് ആരുടെയും പിന്തുണ വേണ്ട, ഒരാൾ പോലും തന്നെ പിന്തുണച്ചില്ലെങ്കിൽ പോലും മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ താൻ ജീപ്പ് കെട്ടിപ്പോയി പ്രസംഗിക്കും. ഒരു സ്റ്റേജ് കെട്ടി സ്റ്റേജിലേക്ക് ആളെ ഇരുത്തിയാലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ താൻ ആരെയും ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് 16 മണ്ഡലങ്ങളിലും താൻ പോയി ജീപ്പ് നിർത്തിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ തനിക്ക് പറയാനുള്ള കാര്യം താൻ പറയും. അത് സ്വീകരിക്കുകയാണെങ്കിൽ അതിലൊരു സംശയവുമില്ല. കൃത്യമായി പറഞ്ഞ വാചകം ഇതാണ്: എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷ അറിയില്ല, മനുഷ്യന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. 7ാം കൂലിയായ അൻവർ നടത്തിയ അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല. അത് നടത്താതെ എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. ഇവൻ ആരിത് ഇതൊക്കെ പറയാൻ? സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കോക്കസിലില്ലാത്തവർ എനിക്കൊപ്പം നിൽക്കും.
പോകും. ജീപ്പിൽ മൈക്കും കെട്ടിയിറങ്ങി ജനങ്ങളോടെല്ലാം വിളിച്ചു പറയും. എനിക്കെതിരായ നേതൃത്വത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്കെതിരെ മുർദാബാദ് വിളിച്ചവർ സത്യം മനസ്സിലാക്കി സിന്ദാബാദ് വിളിച്ചു എന്ന് അൻവർ പറയുമ്പോൾ അടുത്തത് ഇനി എന്താണ് CPI-ന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് അറിയേണ്ടത്. മുബഷിർ പി. അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ,